ഇതാണ് നമസ്കാരം, ഇതാണ് നമസ്കാരം. ഈ നമസ്കാരമല്ലാത്ത നമസ്കാരം, ഇത്രത്തോളം സമാധാനമായിട്ടുള്ള നമസ്കാരമല്ലാത്ത ധൃതി പിടിച്ചുകൊണ്ടുള്ള നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ഒരാള് പള്ളിയിൽ വന്ന് നമസ്കരിക്കുകയാണ്, പള്ളിയിൽ പ്രവേശിക്കുകയാണ്, അദ്ദേഹം നമസ്കരിക്കുന്നു. അദ്ദേഹം വലാ യതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ വയൻഖുറു കമാ യൻഖുറുൽ ഗുറാബ് കമാ ഖാല അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്, ഒരാള് വന്നുകൊണ്ട് നമസ്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ റുകൂഇന് പൂർണ്ണതയില്ല, സുജൂദിന് പൂർണ്ണതയില്ല, ഖിറാഅത്തിന് പൂർണ്ണതയില്ല. കോഴി കൊത്തുന്നത് പോലെ കൊത്തുകയാണ്, കോഴി കൊത്തുന്നത് പോലെ കൊത്തുകയാണ്, കാക്ക കൊത്തുന്നത് പോലെ കൊത്തുകയാണ്. അങ്ങനെ കൊത്തി കൊത്തിയാണ് അവൻ നമസ്കരിക്കുന്നത്. അവൻ നമസ്കാരം കഴിഞ്ഞ പാടെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ സല്ലൈതാ മാ സല്ലൈതാ, നീ നമസ്കരിച്ചിട്ടേ ഇല്ല സഹോദരാ, നീ നമസ്കരിച്ചിട്ടേ ഇല്ല സഹോദരാ. നീ ഇതേ അവസ്ഥയിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ, ഇതേ അവസ്ഥയിൽ തന്നെ നമസ്കരിച്ച് നീ മരിച്ചു പോവുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തായവനായിരിക്കും നീ. അല്ലാഹുവിന്റെ റസൂലിന്റെ മില്ലത്തിനെ അവഹേളിച്ചവനായി മാറും, അല്ലാഹുവിന്റെ റസൂലിനെ അവഹേളിച്ചവനായി മാറും, അല്ലാഹയെ പരിഹസിച്ചവനായി മാറും. നമസ്കാരത്തിന് പൂർണ്ണതയില്ലാതെ, റുകൂഉം സുജൂദും ശരിയാകാതെ, അതിന്റെ ഖിറാഅത്തും അതിന്റെ ഫാത്തിഹയും ശരിയാകാതെ, അതിന്റെ സമയത്ത് കൃത്യമായി നമസ്കരിക്കാതെ, ആ നമസ്കാരത്തെ അലംഭാവത്തോടെ അലസതയോടെ ആരൊരാൾ കാണുന്നുവോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവൻ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തായവനാണ്, മുഹമ്മദിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തായവനാണ്. അവൻ മുസ്ലിമായി മരിക്കുകയില്ല, അവൻ മുസ്ലിമായി മരിക്കുകയില്ല. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധൃതി പിടിച്ചുള്ള നിസ്കാരം, ഈ ധൃതി പിടിച്ചുള്ള നിസ്കാരം കണ്ടിട്ട് ചോദിച്ചു, നീ എത്ര വർഷമായിട്ട്, എത്ര നാളായിട്ടാണ് നീ ഇങ്ങനെ നമസ്കരിക്കുന്നത്, ഇങ്ങനെ ധൃതി പിടിച്ച് നമസ്കരിക്കുന്നത്? 40 വർഷമായി ഞാൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല പറഞ്ഞു, മാ സല്ലൈത 40 ആമ, നീ 40 വർഷം നമസ്കരിച്ചിട്ടേ ഇല്ല, നീ 40 വർഷം നമസ്കരിച്ചിട്ടേ ഇല്ല. ഇതേ അവസ്ഥയിലാണ് നീ നമസ്കരിക്കുന്നതെങ്കിൽ, നീ മുഹമ്മദിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തായിട്ടായിരിക്കും നീ നമസ്കരിക്കുക. നീ 40 വർഷം നിന്റെ നമസ്കാരം വേസ്റ്റാണ്, നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല. എല്ലാ നീചമായ, നികൃഷ്ടമായ, ദുഷിച്ച സ്വഭാവങ്ങൾക്ക് തടയിടാൻ നമസ്കാരത്തിൽ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ നീചമായ, നികൃഷ്ടമായ സകലമാന പ്രവൃത്തികളെയും തടഞ്ഞു നിർത്താൻ നമസ്കാരത്തിനെ കൊണ്ടേ കഴിയുകയുള്ളൂ. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചമായ, നികൃഷ്ടമായ പ്രവൃത്തികളെ തടുക്കാനുള്ള ഒരേ ഒരു വഴി നമസ്കാരമാണ്, നമസ്കാരമാണ്. ആരൊരാൾ നമസ്കരിക്കുന്നുവോ, ആരൊരാളുടെ നമസ്കാരത്തിലൂടെ അവന്റെ സ്വഭാവത്തിന് ശുദ്ധി വന്നില്ലയോ, അവന്റെ ജീവിതത്തിന് മാറ്റം വന്നില്ലയോ, അവന്റെ സ്വഭാവ ശുദ്ധി അല്ലാഹു ഇഷ്ടപ്പെട്ടില്ലയോ, നാട്ടുകാരുടെ മുന്നിൽ അവന് വിലയില്ലയോ, നിലയില്ലയോ, അവന്റെ നമസ്കാരം അവന് ശിക്ഷയാണ്, 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 രക്ഷയല്ല. ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. 4 പേര് നമ്മെ കുറിച്ച് നല്ലത് പറയുമ്പോ അത് അല്ലാഹു തന്റെ ദാസന്മാരോട് വിളിച്ചു പറയുകയാണ്, എന്റെ അടിമ, എന്റെ ദാസൻ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുകയാണ്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണമേ, ദുആ ചെയ്യണമേ, ഭൂമിയിലുള്ളവരോട് നല്ലത് പറയിക്കണമേ, ആ സ്വഭാവത്തെ നിങ്ങൾ പുകഴ്ത്തേണമേ, വാഴ്ത്തേണമേ. നല്ല സ്വഭാവം, അതാ നമസ്കാരത്തിലൂടെ നല്ല സ്വഭാവമുള്ളവർക്ക്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن